നമസ്കാരം, ഞാൻ രജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന എലോങ് വിത്ത് മോഷൻ്റെ 2ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ ചിത്രത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്, വരച്ചിരിക്കുന്നത് അല്ലേ? എന്താണ്? സ്ഥിരമായിട്ട് പെൻസിൽ കൂർപ്പിക്കുന്നു, പെൻസിൽ കൊണ്ട് ഇത് വരയ്ക്കുന്നു അല്ലേ? വരയ്ക്കുന്നതൊക്കെ അല്ലേ സ്ഥിരമായിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ പെൻസിൽ കൂർപ്പിച്ചിടാറുണ്ട് അല്ലേ? ഒരിക്കലും അങ്ങനെ പെൻസിൽ അനാവശ്യമായിട്ട് കൂർപ്പിച്ച് ക്ലാസ് റൂമിൽ ഇങ്ങനെ കിടക്കരുത്. ഓക്കെ, അതൊരു വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടിടണം, അല്ലെങ്കിൽ ക്ലാസ് വൃത്തികേടാവും അല്ലേ? അപ്പോൾ നോക്കാം. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ചിത്രത്തിൽ എന്താ കാണിക്കുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? എന്ത് വിധത്തിലുള്ള മോഷനാണ്? ഷാർപ്നർ ആയിട്ട് കൂർപ്പിക്കുമ്പം എന്ത് സംഭവിക്കും? ആ ഷാർപ്നർ തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ചലനം എന്താണ്? നമ്മുടെ റൊട്ടേഷൻ അല്ലേ? പെൻസിൽ റൊട്ടേറ്റ് ചെയ്യിക്കുക നിങ്ങൾ ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യിക്കുക. അതെന്താ നമുക്ക് അടുത്തതിൽ പറയേ. രണ്ടാമത്തത് നമ്മുടെ സർക്കുലർ മോഷൻ. ഇതിങ്ങനെ പെൻസിൽ ഒരു ചിത്രം റൗണ്ടായിട്ട് വരയ്ക്കുന്നു അല്ലേ? ഇത് വെച്ചിട്ട് കോമ്പസ് വെച്ച് ചെയ്യാറില്ലേ? അപ്പോൾ അത് എന്താണ്? റൊട്ടേഷണലാണ്. റൊട്ടേഷൻ എന്താണെന്നുള്ളത് ഒന്ന് ക്ലിയർ ആക്കി പറയാം കേട്ടോ. റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ രണ്ട് വിധത്തിലുള്ള മോഷൻ പഠിച്ചല്ലോ. ഒന്ന് റൊട്ടേഷണൽ മോഷൻ, രണ്ടാമത്തത് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനാണ് കേട്ടോ. ഫസ്റ്റത്തെ റൊട്ടേഷണൽ മോഷൻ, രണ്ടാമത്തത് സർക്കുലർ മോഷൻ. മൂന്നാമത്തത് പെൻസിൽ കൊണ്ട് നീളത്തിൽ വരയ്ക്കല്ലേ? ഇതിങ്ങനെ നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കല്ലേ? അപ്പോൾ എന്താണ്? ലീനിയർ മോഷൻ. ലീനിയർ മോഷൻ. ഓക്കെ, ആദ്യത്തത് റൊട്ടേഷണൽ മോഷൻ, രണ്ടാമത്തത് സർക്കുലർ മോഷൻ, മൂന്നാമത്തത് ലീനിയർ മോഷൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇതാണ് റൊട്ടേഷൻ മോഷൻ, പിന്നെ രണ്ടാമത്തത് സർക്കുലർ മോഷൻ, മൂന്നാമത്തെ ലീനിയർ മോഷൻ. ക്ലിയർ ആണ്? ഇനി ഈ ചിത്രത്തിൽ നോക്കാം. സ്വിർലിംഗ് എ സ്റ്റോൺ എന്താ പറയുന്നത്? കറക്കുകയാണ് അല്ലേ? കറക്കുക എന്നുള്ളതിന് അർത്ഥം പെൻസിൽ കറക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവിടെ അതിൻ്റെ ചലനം എന്താണെന്ന് ചോദിച്ചാൽ സർക്കുലർ മോഷനിലാണ് എന്ന് മാത്രം അല്ലേ? നോക്കാം. ഒരു പമ്പരം അല്ലേ? ടോപ്പ് എന്ന് പറയുന്നത് പമ്പരം. പമ്പരം എങ്ങനെയാണ്? കറങ്ങുകയാണ്. പമ്പരല്ലേ? പമ്പരം ഇത് ആദ്യത്തെ കേസിൽ കറക്കുകയാണ്, ഇതും കറക്കം തന്നെയാണ്. നോക്കുക, ഇതിൻ്റെ വ്യത്യാസം എന്താ? ഇത് റൊട്ടേറ്റിംഗ് ആണ്, മറ്റെന്താണ്? സ്പിരലിംഗ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്പിരലിംഗ് ആണ്. മൂന്നാമത്തെ എന്താണ്? നമ്മുടെ ലീനിയർ മോഷൻ തന്നെയല്ലേ? മാങ്ങ താനെ നേരത്തിലല്ല പോവുക, അങ്ങനെയല്ല പോവുള്ളൂ അല്ലേ? അല്ലാതെ വേറെ എവിടേക്ക് വീഴുള്ളൂ? ഇങ്ങനെ കറക്റ്റായിട്ടല്ല വീഴുള്ളൂ. അതൊരു ലീനിയർ മോഷനാണ് അല്ലേ? റൈപ്പ് മാംഗോ ഫാളിങ് ഡൗൺ, ലീനിയർ മോഷനാണ് അല്ലേ? ഇനി ഇതാ അടുത്തത്, മറ്റേതിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു സർക്കുലറായിട്ട് ടയർ കറങ്ങുകയാണ് അല്ലേ? അതെങ്ങനെ കറങ്ങും? എങ്ങോട്ടാണ് കറങ്ങുക? ഇങ്ങോട്ടേക്ക്. ടയർ ബാക്കോട്ട് കറങ്ങുകയും നമ്മുടെ വാഹനം എങ്ങോട്ട് പോവും? മുന്നോട്ട് പോവുകയും ചെയ്യും. വാഹനം മുന്നോട്ട് പോവുകയും ചെയ്യും അല്ലേ? ആ ടയർ കറങ്ങുന്നത് എന്താണ്? റൊട്ടേറ്റ്. ടയർ ഏതിൻ്റെ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ട്? ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ട് കറങ്ങുന്നത് എന്താണ്? റൊട്ടേഷനാണ്. കാരണം എന്താണ്? അത് റൊട്ടേഷനാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് റൊട്ടേഷനും സർക്കുലർ മോഷനും തമ്മിൽ ഒരു ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കി, ഇപ്പം ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ചിത്രത്തിൽ നമുക്കത് ഇവിടെ വരയ്ക്കാം. ഒരു ചിത്രം വരച്ചു, അതിനൊരു ആക്സിസ് സെൻറ്റർ ഉണ്ട്. ഈ സെൻറ്ററിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് കറങ്ങുന്നതെന്ന് വിചാരിക്കുക. സെൻറ്ററിനെ അടിസ്ഥാനമാക്കിയിട്ട് കറങ്ങുകയാണ്. ഈ സെൻറ്ററിനെ അടിസ്ഥാനമാക്കിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും?
അതിനെ അടിസ്ഥാനമാക്കി കറങ്ങുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ചലനത്തെ നമ്മൾ പറയുന്നത് സർക്കുലാർ മോഷൻ. ഒരു സെൻറ്ററിനെ എന്തിനെങ്കിലും ചുറ്റി പ്രത്യേകമായിട്ട് കറങ്ങുകയാണെങ്കിൽ അതെന്താണ്? സർക്കുലാർ മോഷൻ. അപ്പോൾ റൊട്ടേഷൻ എന്താ? ഇതാ ഇങ്ങനെ ഇങ്ങനെ വീലുണ്ട്. ഈ വീല് മൊത്തമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വീൽ മൊത്തമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഇവിടുത്തെ കേസ് ചിന്തിച്ച് നോക്കൂ. ഈ ഒരു വസ്തു ബോഡി മൊത്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഏതിൻ്റെ? നമ്മുടെ ടോപ്പിൻ്റെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബോഡി മൊത്തമായിട്ട് കറങ്ങുന്നുണ്ട് അല്ലേ? മൊത്തമായിട്ട് കറങ്ങുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് എന്താണ്? നമ്മുടെ നമ്മുടെ റൊട്ടേഷൻ മോഷൻ. മൊത്തമായിട്ട് കറങ്ങുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും മനസ്സിലാക്കുക എന്താണ് റൊട്ടേഷണൽ മോഷൻ. എന്നാൽ ഇതോ, ഈ കേസിലോ ഇത് ആ ഇതിൻ്റെ നിങ്ങളെ കൈക്ക് ചുറ്റുമായിട്ടാണ് കിടക്കുന്നത്. നിങ്ങളെ കൈ ഇവിടെ കിടക്കുന്നുണ്ട്, നിങ്ങളെ കൈ ഇതവിടെ അല്ലേ? നിങ്ങളെ കൈ എവിടെ കിടക്കുന്നു? പിന്നെന്താണ് കറങ്ങുന്നത്? എന്താണ്? എവിടെയാണ്? ഇവിടെയാണ് കറങ്ങുന്നത് അല്ലേ? ഇതല്ല കറങ്ങുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു ഗ്യാപ്പില്ലേതാ? ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കിടക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത്രയും ഇതിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ആക്സിസ്, ഏത് ആക്സിസാണ്? നിങ്ങളെ കൈയ്യെ ചുറ്റിയിട്ടല്ല അത് കറങ്ങുന്നത്. അത് തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് ബോഡി കംപ്ലീറ്റ് കണക്റ്റഡ് ആണോ? അല്ലല്ലോ. ഒരു നൂല് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് എന്താണ്? നമ്മുടെ സർക്കുലാർ മോഷൻ. ഈ എക്സാമ്പിളിലൂടെ ക്ലിയർ ആക്കി തരാം. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ഇവിടുത്തെ കേസിൽ, ഫസ്റ്റത്തെ കേസിൽ എന്താണ് പറയുന്നത്? ഇവ തമ്മിലുണ്ടാകുന്ന അകലം എന്താണ്? ഒരു ചെറിയ അകലമുണ്ട്. ഇതാ ഈ പെൻസിലും ഈ കോമ്പസിൻ്റെ ഈ പോയിൻ്റ് തമ്മിൽ ചെറിയൊരു അകലമുണ്ട്. അതിനെ ചുറ്റിയിട്ട് ഒരു ആക്സിനെ ചുറ്റി കറങ്ങുകയാണെങ്കിൽ അതെന്താണ് പറയുന്നത്? അതാണ് നമ്മുടെ സർക്കുലാർ മോഷൻ. എന്നാൽ അതാണ് സർക്കുലാർ മോഷൻ. ഇനി ഇവിടുത്തെ ടോപ്പിൻ്റെ കേസിൽ നോക്കുക. ഇവിടെ ഈ ബോഡി മൊത്തമായിട്ട് കറങ്ങുകയാണ് അല്ലേ? ടോപ്പിൻ്റെ കേസിൽ നോക്കുക, ബോഡി മൊത്തമായിട്ട് കറങ്ങുകയാണ്, ഇങ്ങനെ മൊത്തമായിട്ട് കറങ്ങുകയാണ്. അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് റൊട്ടേഷൻ മോഷൻ. അപ്പോൾ റൊട്ടേഷൻ മോഷനും സർക്കുലാർ മോഷനും ഡിഫറൻസ് മനസ്സിലായല്ലോ. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻറ്റിനെ ആധാരമാക്കിയിട്ട് കറങ്ങുകയാണ് അല്ലേ? ഒരു പോയിൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് കറങ്ങുകയാണെങ്കിൽ ഇതിനെ നമ്മൾ സർക്കുലാർ മോഷൻ എന്ന് പറയും. എന്നാൽ ആ ബോഡി മൊത്തമായിട്ട് കറങ്ങുകയാണെങ്കിൽ അതെന്താണ്? റൊട്ടേഷൻ മോഷൻ. ബോഡി മൊത്തമായിട്ട് കറങ്ങുകയാണെങ്കിൽ അതെന്തായി? റൊട്ടേഷൻ മോഷൻ. രണ്ട് വ്യത്യാസം മനസ്സിലാക്കി വെക്കണേ. ഈ നമ്മുടെ ഇവിടുത്തെ മോഷൻ എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ പറയും. അതായത് ലിഫ്റ്റ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ, അത് എന്ത് മോഷനായിരിക്കും? അപ്പോൾ ലിഫ്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യോ? അങ്ങനെ ഒന്നും മൂവ് ചെയ്യില്ലല്ലോ. അത് മൂവ് ചെയ്യുക എങ്ങനെയാണ്? മുകളിലോട്ടും താഴോട്ടും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മുകളിലോട്ടും താഴോട്ട് പോവുകയാണെങ്കിൽ അത് ലീനിയർ മോഷൻ, നേർരേഖയിലുള്ള, അഥവാ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള മോഷൻ. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നും ലീനിയർ മോഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ലീനിയർ എന്ന് പറഞ്ഞാൽ വരിയായിട്ടാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ലീനിയർ എന്ന് പറയുന്നത്, വരിയായിട്ട്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നേർരേഖ എന്നുള്ള അർത്ഥമുള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ വരിയായിട്ട് ഓരോന്നായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയാം. അതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ. ഓക്കെ, ഇനി ഇതാ നമ്മുടെ പഴയ തീവണ്ടി അല്ലേ? തീവണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ തീവണ്ടിയുടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം അത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കറങ്ങുന്നത്? അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെ അടിസ്ഥാനമാക്കിയല്ല ഈ ഇതിലൂടെ കറങ്ങുന്നത്. അങ്ങനെയുള്ള മോഷൻ നമ്മൾ എന്ത് പറഞ്ഞു? ആ ആക്സിസിനെ ചുറ്റി കറങ്ങുകയാണെങ്കിൽ അതെന്ത് മോഷനാണ്? സർക്കുലാർ മോഷൻ അല്ലേ? ഇനി ഈ ആക്സിലും മൊത്തമായിട്ട് കറങ്ങുകയാണെന്ന് വിചാരിച്ചോ. ഈ ആക്സിലും എല്ലാം അങ്ങനെ കറങ്ങൂല, മൊത്തമായിട്ട് കറങ്ങുകയാണെങ്കിൽ എന്തായി? അത് നമ്മുടെ ഇതായിട്ട് മാറും, അത് റൊട്ടേഷൻ ആവും. പക്ഷെ അത് നടക്കില്ല. ഓക്കെ, കാരണം എന്താ? ഈ രീതിയിലല്ല കറക്കി നമുക്ക് ആവശ്യം അല്ലേ? അപ്പോൾ അത് സർക്കുലാർ മോഷനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സർക്കുലാർ മോഷനെ കുറിച്ച് നമുക്കതൊന്ന്
ഈ ടേബിളിലേക്ക് എഴുതാം. റൊട്ടേഷൻ ഏതാണ്? ദോസ് റിസിമ്പിൾ ഇത് ഷാർപ്നർ, പെൻസിലുമായിട്ട് ഷാർപ്നറുമായിട്ട് കറക്കുന്ന അതിന് സാമ്യമായിട്ടുള്ള ഈ ചിത്രത്തിൽ ഏതൊക്കെയാണ്? ഈ 6 ചിത്രങ്ങളിൽ ആ പെൻസിൽ 3 ഇത് പറഞ്ഞല്ലോ, നമ്മളവിടെ 3 പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? പെൻസിലുകളുടെ ഒന്ന് ആദ്യത്തെ കേസിൽ എന്താണ് നമ്മുടെ പെൻസിൽ ഷാർപ്പനറായിട്ടുള്ളത്, മറ്റേ എന്താണ് പെൻസിൽ കോമ്പസുമായിട്ടുള്ളത്, മൂന്നാമത്തെ സ്ട്രെയിറ്റ് ലൈനായിട്ട് നീളത്തിൽ വരയ്ക്കുന്നത് അല്ലേ. ഇതിൻ്റെ 3നും കമ്പയർ ചെയ്തിട്ട് ഈ 6 ചലനങ്ങളെയും ടേബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേത് എന്താണ് പറയുന്നത്? ഷാർപ്നറുമായിട്ട് നോക്കുമ്പം എന്ത് ചലനം? റൊട്ടേഷൻ അല്ലേ നമ്മൾ പഠിച്ചത് ഷാർപ്നറിൻ്റെ കേസിൽ. അപ്പോൾ റൊട്ടേറ്റിംഗ് ദ ടോപ്പ് അല്ലേ. അടുത്ത എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ വെഹിക്കിളിൻ്റെ വീല് എന്താണ്? റൊട്ടേഷണൽ മോഷനാണല്ലോ. ഇനി ഇത് അടുത്തത് രണ്ടാമത്തെ എന്തായിരുന്നു? സർക്കുലാർ മോഷൻ എന്ന് പറയും അല്ലേ. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? സർക്കുലാർ മോഷൻ അല്ലേ. ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയില്ല കറങ്ങുന്നത്. ഇതിലേതാ പോയിന്റിനെ അടിസ്ഥാനമാക്കി കറങ്ങുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഏതാണ്? ആദ്യതാ സിർലിംഗ് ദ സ്റ്റോൺ അല്ലേ, അത് നമ്മുടെ ചുറ്റി കറങ്ങുന്നത് അല്ലേ. പിന്നെ ഏതാണ് നമ്മുടെ ഇതും ട്രെയിൻ കറങ്ങുന്നതും. അതെന്താണ്? സർക്കുലാർ മോഷനിൽ പെടുന്നതാണ്, സർക്കുലാർ പാത്ത്. പിന്നെ മൂന്നാമത്തത് ലീനിയർ അല്ലേ. അത് ഏത് ചിത്രമാണ്? ഈ ചിത്രത്തിൽ ലീനിയർ ആയിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ ഏതാണുള്ളത്? നിങ്ങൾ തന്നെ പറയൂ. അതിനുള്ള എക്സാമ്പിൾ ഒന്ന് മാംഗോ ട്രീ അല്ലേ. അതിങ്ങനെ കറങ്ങി ഇങ്ങോട്ടാണ്, മുകളിലോട്ടല്ലേ പോവുകയാണ്. താഴോട്ടല്ലേ വീഴുള്ളൂ, മുകളിലോട്ട് പോകുമല്ലോ. ഇനി അതേപോലെ നമ്മളെ ലിഫ്റ്റിൻ്റെ മോഷനും ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ റേഞ്ചിലാണ് അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആർ ലീനിയർ മോഷന് എക്സാമ്പിളാണ്. അപ്പോൾ അതാണ് നമ്മളത് ടേബിളേറ്റ് ചെയ്തു. അതൊന്ന് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണം. ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ലീനിയർ മോഷൻ. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ലീനിയർ മോഷൻ എന്ന് പറയും. ഏതിൻ്റെയൊക്കെ മോഷനായിരുന്നു? ലിഫ്റ്റിൻ്റെ മോഷൻ, മാങ്ങ താഴോട്ട് വീഴുന്നത് അല്ലേ. പിന്നെ എന്തായിരുന്നു? നമ്മുടെ പെൻസിൽ നേർരേഖയിൽ വരയ്ക്കുന്നത്. ഇതൊക്കെ എന്തായിരുന്നു? ലീനിയർ മോഷന് എക്സാമ്പിളാണ്. ഓക്കെ. സ്ട്രെയിറ്റ് ലൈൻ മോഷനും ലീനിയർ മോഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. അത് എന്താണ്? വരിയായിട്ട് പോകുന്നു എന്നുള്ളതാണ് ലീനിയറിൻ്റെ. അത് വലിയ ക്ലാസ്സിലാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. സ്ട്രെയിറ്റ് ലൈനിൽ പോവുകയാണെങ്കിൽ അത് ലീനിയർ മോഷൻ, ഒരു നേർരേഖയിൽ. The movement of a body about its own axis is rotation. ഒരു ആക്സിസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് ഇറ്റ്സ് ഓൺ ആക്സിസ്. അതിന് ഇതിൻ്റെ പോയിന്റിനെ അടിസ്ഥാനമാക്കിയല്ല കേട്ടോ, മൊത്തമായിട്ട് കറങ്ങുകയാണ്. ദ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ്. ആ ഒരു പോയിന്റിൻ്റെ ആക്സിസിലായിട്ട് ഇപ്പം ചിത്രമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പോലെ പറയുകയാണെങ്കിൽ ഒറ്റ ഇതിൽ പോയിൻറ്റിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, എന്നിട്ട് ആ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിലേക്ക് എന്തുണ്ട്? കുറേ വീലുകൾ, ഇതൊക്കെ ഉണ്ട്, വീല് പോലെ. അത് മൊത്തമായിട്ട് കറങ്ങുകയാണെങ്കിൽ അതെന്താണ്? റൊട്ടേഷണൽ മോഷൻ. ആ വീല് മൊത്തമായിട്ട് കറങ്ങുകയാണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ. ആ ആക്സിസിനെ അടിസ്ഥാനമാക്കി മൊത്തം കറങ്ങുക. ഓക്കെ. ദ മോഷൻ അലോങ് സർക്കുലർ പാത്ത് ഈ സർക്കുലാർ മോഷൻ. അതായത് അതെന്താണ്? ഒരു സർക്കുലാർ പാത്ത് എന്ന് പറഞ്ഞാൽ ഇതന്നെ, പക്ഷേ ഇത് തമ്മിൽ, അതായത് നമ്മുടെ എന്ത് തമ്മിൽ? ഈ ആക്സിസും അത് തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി കറങ്ങുകയാണെങ്കിൽ എന്താണ്? സർക്കുലാർ മോഷൻ. ക്ലിയർ ആണ്? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആദ്യത്തത് എന്താണ്? റൊട്ടേഷണൽ മോഷൻ, സർക്കുലാർ മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഓർ ലീനിയർ മോഷൻ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഈ മോഷൻസൊക്കെ ഒന്ന് വ്യക്തമായിട്ടിരുന്ന് പഠിക്കുക. താങ്ക് യു.